ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് നമ്മളാണെങ്കിൽ പോർഷേനെ കുറിച്ചാട്ടോ പറയാൻ പോണേ. ഇതാട്ടോ പോർഷേൻ്റെ കീ. അത്യാവശ്യം നല്ല രീതിക്ക് നമ്മുടെ കാറിൻ്റെ അതേ ഷേപ്പിലാട്ടോ ഇതിൻ്റെ കീ ഇരിക്കണേ. പിന്നെ ഇതിൻ്റെ സാധാ പോലെ 2 ബട്ടൺ ഓൺ, ലൈക്ക് അൺലോക്കും ലോക്കും, പിന്നെ ഒരു മറ്റേ ബൂട്ട് സ്പേസ് ഓപ്പൺ ആക്കാനായിട്ടുള്ള കീ ബട്ടണും. ബൂട്ട് സ്പേസ് അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ സ്പേസ് ഉണ്ട് കേട്ടോ. പിന്നെ നമ്മുടെ വണ്ടീൻ്റെ അകത്ത് ഇതാണ് സ്റ്റിയറിങ്. അപ്പോൾ അതിൻ്റെ ഇത് കീ നമ്മൾ റൈറ്റിയിട്ട് തിരിക്കണം ഒരു തവണ. പിന്നെ ബ്രേക്ക് പിടിച്ച് ഒന്നും കൂടി തിരിക്കുമ്പോഴാട്ടോ വണ്ടി ഓണാവുന്നത്. പിന്നെ നമുക്കൊരു ലെതർ ഫിനിഷിലാണ് തന്നെ. പിന്നെ നടുക്ക് നമ്മുടെ പോർഷേൻ്റെ ലോഗോ. അത്യാവശ്യം നല്ല രീതിക്ക് സ്മൂത്തൊക്കെ ആട്ടോ. പിന്നെ ഗിയർ ആണെങ്കിൽ മറ്റേ മാനുവലും ഉണ്ട്, നമുക്ക് ഓട്ടോമാറ്റിക്കും ഉണ്ട്. ഫുള്ള് ടച്ച് സ്ക്രീനൊക്കെ ആട്ടോ ഫുള്ള് സംഭവം. പിന്നെ നമ്മുടെ വോളിയൂമൊക്കെ കുറയ്ക്കാനും കൂട്ടാനും. പിന്നെ നമ്മുടെ സ്റ്റിയറിങ്ങിൽ തന്നെ അങ്ങനെ കുറേ സെറ്റപ്പ് ഉണ്ട്, കുറേ ബട്ടൺസൊക്കെ. പിന്നെ ടോപ്പിലാണെങ്കിൽ നമ്മുടെ റൂഫ് തുറക്കാനും അടയ്ക്കാനും, പിന്നെ ലൈക്ക് മറ്റേ ഗ്ലാസ് തുറക്കാനും, അങ്ങനത്തെ ഫുൾ സംഭവങ്ങളൊക്കെ. പിന്നെ നമ്മുടെ താഴെയാണെങ്കിൽ പാർക്കിൻ്റെ സ്വിച്ച് മാറ്റിക്കഴിഞ്ഞാലാട്ടോ വണ്ടി ഓൺ ആവുകയുള്ളൂ. പിന്നെ എന്താ, ഇതിൻ്റെ പുറകിൽ തന്നെ പെഡൽസും ഉണ്ട്. പിന്നെ ഇത് ഇൻഡിക്കേറ്റർ, ഇതാണ് നമ്മുടെ ലൈറ്റിൻ്റെ ബട്ടൺസൊക്കെ. പിന്നെ ഇതാണ് എൻ്റെ അപ്പോൾ എക്സ്ട്രാ ആയിട്ട് ഫിറ്റ് ചെയ്താട്ടോ നമ്മുടെ ഫോൺ സ്റ്റാൻഡ്. അത് ലൈക്ക് ഫോൺ അടുത്തേക്ക് വരുമ്പോൾ തന്നെ അത് ഓപ്പൺ ആവും. പിന്നെ ഈ ബാക്കിൽ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും റൂഫിൻ്റെ ഇതൊക്കെ ഓപ്പൺ ചെയ്യണമൊക്കെ. പിന്നെ ഫ്രണ്ടിലൊരു മറ്റേ ക്ലോക്ക് പോലത്തെ ഉണ്ട്, അതിൻ്റെ അകത്ത് ടൈം ലാപ്സ് ഒക്കെ ആട്ടോ ഫുള്ള്. ലൈക്ക് നമ്മുടെ എത്ര ലാപ്പൊക്കെ സ്പീഡ് കയറി എന്നൊക്കെ ഉള്ള ഒരു ലെതർ ഫിനിഷ് ആട്ടോ നമ്മുടെ സ്റ്റിയറിങ്ങിൻ്റെ അകത്ത് തന്നെ. പിന്നെ ഇതൊക്കെ ഡിജിറ്റലാണ്, എല്ലാം നല്ല രസമാട്ടോ കാണാൻ. പിന്നെ നമ്മുടെ ബാക്കിലും ഇങ്ങനത്തെ സ്ക്രീൻ ഉണ്ട്, അത് നമുക്കൊരു ഡിജിറ്റലാണ്. നമുക്ക് ലൈക്ക് AC ക്ലൈമറ്റ് കൺട്രോളൊക്കെ ചെയ്യാൻ പറ്റും, എത്ര ടെമ്പറേച്ചറാണ് വേണ്ടതെന്ന്. പിന്നെ